ഹലോ പ്രിയ സുഹൃത്തുക്കളെ, 70 കിഡ്സുകളുടെ നൊസ്റ്റാൾജിയായി മാറിയ വിനോദ കേന്ദ്രമായി മാറിയ ഒരു തിയേറ്ററിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ പോകുന്നത് തൊടുപുഴക്കാരുടെ സ്വന്തം ന്യൂ തിയേറ്ററിലാണ്. അതിനു മുന്നായി കാണുന്ന പുളിമുട്ടിക്കാരുടെ ഇലക്ട്രോണിക്സ് കട ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള ക്ലറിക്കൽ ബസാർ പൂട്ടിപ്പോയി. നേരെ കാണുന്ന ലോയൽ സ്റ്റുഡിയോ ഇപ്പോഴും ആ പഴയ കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ന്യൂ തിയേറ്ററിൻ്റെ ആ വഴിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം. ആ ഗ്രൗണ്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. തലയെടുപ്പോടെ തന്നെ ന്യൂ തിയേറ്റർ അവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം ന്യൂ ജനത ടീ ഷോപ്പ്, എലൈറ്റ് ഹെയർ ഡ്രസ്സിങ് എന്നിവ അവിടെ നിലനിൽപ്പുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സജിച്ചേട്ടൻ എന്നുള്ളവരുടെ ഒരു കടയുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. നേരെ കാണുന്ന ബേബി ചേട്ടൻ്റെ കടയാണ്. അതിപ്പം അക്ഷയ സെൻ്ററായി മാറിയിരിക്കുന്നു. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്നിരുന്നത്. ഇപ്പെട്ട ആൾക്കാരുടെ ബങ്കർ പോലുള്ള ആ നീണ്ട ഒരു ഗുഹയിൽ കൂടെ കയറുമെന്നാണ് ആണുങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. സ്ത്രീകൾക്ക് വെളിയിൽ നിന്നും ആണുങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ബാൽക്കണിയിലോട്ടുള്ള ടിക്കറ്റ് അവസാനം നൽകിക്കൊണ്ടിരുന്നത്. 60 രൂപയാണ് ബാൽക്കണിയുടെ ടിക്കറ്റിന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ സിനിമകൾ പ്രവർത്തിപ്പിച്ചിരുന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ബങ്കറിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയ കുഴലുകൾ പോലുള്ള ഹോളുകൾ കാണാം. ഇതിലൂടെയാണ് നമുക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് എടുക്കാൻ കയറുമ്പോൾ തന്നെ ഒരു വിയർപ്പുമുട്ടലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് വെളിയിൽ ചാടിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്ത മനസ്സിൽ കൂടെ പോകുമായിരുന്നു. നമ്മളവിടുന്ന് ഈ ബാക്കിൽ കൂടെ ഉള്ള ആ എൻട്രി കൂടെ കയറി ഫ്രണ്ടിൽ കൂടെ ടിക്കറ്റ് എടുത്ത് വന്ന് നമ്മൾ കാണുന്ന മറ്റേ ബിൽഡിങ്ങിലോട്ട് കയറുകയാണ് പതിവ്. അപ്പം നമ്മൾ ഇവിടെ ടിക്കറ്റിൻ്റെ ചാർജും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇപ്പോഴും മാഞ്ഞു പോകാതെ നിലനിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബാൽക്കണിക്ക് കയറാനുള്ള ഒരു എൻട്രിയാണ് ഇവിടെ കാണുന്നത്. ബാൽക്കണി 60 രൂപയായിരുന്നു ആ കാലഘട്ടത്തിൽ. പടം നിൽക്കുന്നതിന് മുമ്പുള്ള ചാർജാണ് എന്ന് തോന്നുന്നു കാണുന്നത്. പിന്നെയുള്ള മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ പൂട്ടി സൂക്ഷിക്കണം എന്നുള്ള ചില ബോർഡുകളും അതൊക്കെ ഒരു കുഴപ്പം കൂടാതെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ഗേറ്റ് അത്യാവശ്യം തുരുമ്പ് പിടിച്ച നിലയിൽ തന്നെ തുടരുന്നുണ്ട്. അതിലും നമ്മൾക്ക് നൊസ്റ്റാൾജി നൽകുന്ന കടയാണ് ഈ കാണുന്നത്, നമ്മുടെ ബേബി ചേട്ടൻ്റെ സ്വന്തം നാരങ്ങ വെള്ളക്കട. നമ്മൾ ഇവിടുന്ന് പടത്തിൻ്റെ അഭിപ്രായങ്ങളും ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പുള്ളിയുടെ കുറച്ച് പുതിയ കാസറ്റുകളൊക്കെ അവിടെ കാണും. അതൊക്കെ നോക്കി പയ്യെ തിയേറ്ററിൻ്റെ അകത്തോട്ട് ഒരു ടിക്കറ്റ് എടുത്ത് കയറുകയാണ് നമ്മൾ പതിവ്. അല്പസമയം നിങ്ങളെ പഴയ കാലഘട്ടത്തോട് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് തോന്നുന്നു.